കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാൻ ഊർജിത ശ്രമമാണ് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ ഉപയോഗിച്ചാണ് രക്ഷാദൌത്യം. കാണാതായ ജീവനക്കാരെ കണ്ടെത്തുന്നതിനും തീ അണയ്ക്കുന്നതിനുമാണ് പ്രഥമ പരിഗണന. 2 ആഴ്ച മുൻപ് അറബിക്കടലിൽ MSC എൽസാത്രി ചരക്ക് കപ്പൽ മുങ്ങിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിനെത്തിയത് കോസ്റ്റ് ഗാർഡിന്റെ അർണവേഷ്, സമുദ്രപ്രഹരി ഉൾപ്പെടെ 5 കപ്പലുകൾ. നാവികസേനയുടെ INS സൂറത്തും സത്ലജും, ഡോർണിയർ വിമാനങ്ങൾ, കോസ്റ്റ് ഗാർഡിന്റെ C-144 വെസൽ. രക്ഷാദൌത്യം ഊർജിതം. തീയണയ്ക്കുന്നതിനും രക്ഷാപ്രവർത്തനത്തിനുമാണ് പ്രഥമ പരിഗണന. കപ്പലിന്റെ എഞ്ചിൻ റൂം, ഇന്ധന ടാങ്ക് എന്നിവയിലേക്ക് തീ പടരാതിരിക്കാനുള്ള ജാഗ്രതയുമുണ്ട്. ഇതിനുശേഷമാകും കപ്പലിലെ അപകടകരമായ വസ്തുക്കൾ നീക്കുന്നതിലെ നടപടികൾ. അതേസമയം അപകടത്തിൽ രക്ഷപ്പെടുത്തിയവരെ കേരള തീരത്തെത്തിച്ചേക്കും. കപ്പലിൽ ഒരു അപകടം നടന്നു, അത് ശരിയാണ്. കോസ്റ്റ് ഗാർഡിൽ ഡിപ്ലോയ് ആയി. അപ്പോൾ 22 ക്രൂ ഉണ്ട്. ആ 22 ക്രൂവിനെ അവരെ രക്ഷപ്പെടുത്തും. അപ്പം പരമാവധി നമുക്ക് സാധ്യത എന്ന് വെച്ചാൽ നമ്മൾ ബേപ്പൂരിലേക്കാണ് അതിന് രക്ഷാപ്രവർത്തനം കഴിഞ്ഞിട്ട് കൊണ്ടുവരിക. ആംബുലൻസ് ഉൾപ്പെടെ ബേപ്പൂർ തുറമുഖത്തെത്തിച്ചിട്ടുണ്ട്. വലിയ കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയാത്തതിനാൽ പുറം കടലിൽ ടഗ് ബോട്ടുകൾ എത്തിച്ച് അതിൽ പരിക്കേറ്റവരെ തുറമുഖത്തെത്തിക്കാനാണ് ആലോചന. ഗുരുതരമായി പരിക്കേറ്റവരെ മംഗലാപുരത്തെത്തിക്കാനും നീക്കമുണ്ട്. ജീവനക്കാർക്ക് ചികിത്സ ഉറപ്പാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കപ്പലപകടത്തിന്റെ ഭാഗമായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ കടൽവെള്ളം പരിശോധിച്ചു. 24 കോഴിക്കോട്.